എൻ്റെ പേര് ഡോക്ടർ സനീഷ്. നമ്മൾ ഒബിസിറ്റി സീരീസിലെ ഒരു പുതിയ വീഡിയോയിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിലെ ഷുഗറിൻ്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതിൽ നിന്ന് അവരെ നമുക്ക് എങ്ങനെ പിന്തിരിപ്പിക്കാം അല്ലെങ്കിൽ അവരുടെ ഷുഗറിൻ്റെ ഉപയോഗം എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പം നമ്മൾ മുതിർന്നവരിൽ പറഞ്ഞ പോലെ തന്നെ ഷുഗർ കുട്ടികളിലും അതേപോലെ സെയിം ഇഫക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് ഷുഗർ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു പ്ലഷർ ഇഫക്റ്റ് കുട്ടികളുടെ ബ്രെയിനിൽ ഉണ്ടാക്കും. അപ്പോൾ അത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയും അത് അവർക്കൊരു പ്ലഷർ ഇഫക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഷുഗർ കഴിക്കുമ്പോൾ അവർക്ക് പ്ലഷർ ഇഫക്റ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാകും. അപ്പോൾ ആ ഒരു പ്ലഷർ ഇഫക്റ്റ് ഉണ്ടായത് കൊണ്ടാണ് കുട്ടികൾ കൂടുതലായിട്ട് ഷുഗർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഷുഗർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അത് ഇൻസുലിൻ്റെ ഓവർ പ്രൊഡക്ഷന് കാരണമാകുകയും അതുമൂലം അവരുടെ ശരീരത്തിൻ്റെ ഭാരം കൂടുകയും ചെയ്യും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ സെയിം പ്രോബ്ലംസ് തന്നെ നമുക്ക് കുട്ടികളിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ഉറക്കമില്ലായ്മ, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക, എക്സസൈസ് കുറയുക, ഇതെല്ലാം തന്നെ ഷുഗറിൻ്റെ അമിതമായ ഉപയോഗം കൊണ്ട് ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഷുഗർ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പറയുന്ന കെമിക്കൽസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ ഷുഗറിൻ്റെ ഉപയോഗം കുറയ്ക്കാം എന്നതിനെപ്പറ്റി നോക്കാം. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഷുഗറിൻ്റെ അളവ് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു ക്രേവിങ്ങിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുട്ടികൾ ഒന്നുകിൽ ഒളിച്ച് ഇരുന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അറിയാതെ അത് കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കൺട്രോൾഡായിട്ട് കുറയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഏറ്റവും കൂടുതൽ ഷുഗറുള്ള ആഹാരം, ഫോർ എക്സാമ്പിൾ നമ്മൾ ഷുഗർ കൂടുതലുള്ള ജ്യൂസുകൾ അല്ലെങ്കിൽ കോളകൾ, ഇതിലൊക്കെ ധാരാളം ഷുഗറുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ പാനീയ രൂപത്തിലുള്ള ലിക്വിഡ് രൂപത്തിലുള്ള ഷുഗറിൻ്റെ ഉപയോഗം ആദ്യം തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. എന്നിട്ട് നമ്മൾ ഒരു ടൈം സ്കെഡ്യൂൾ വെച്ചിട്ട് അവർക്ക് ഇപ്പോൾ ഒരു സ്നാക്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ അളവ് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഫുഡിനകത്ത് മധുരമുള്ളതാണെങ്കിൽ തന്നെ സ്വീറ്റ്നെസ് ഉപയോഗിച്ചിട്ടുള്ള ഫുഡ്. അപ്പോൾ സ്വീറ്റ്നെസ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ അങ്ങ് ചെയ്തിട്ടുണ്ട്. അത് ക്യാൻസർ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല. അപ്പോൾ ഷുഗറിൻ്റെ ഒരു ഇഫക്ട്സ് വെച്ച് നോക്കുമ്പം തീർച്ചയായിട്ടും സ്വീറ്റ്നെസ് അടങ്ങിയ ഫുഡ് നമുക്ക് ചെറിയ അളവിൽ കൊടുക്കാം. അങ്ങനെ ഒരു ഷുഗറിൻ്റെ അമിതമായ ഉപയോഗം നല്ലതല്ലെന്ന് അവരിലൊരു അറിവ് നമ്മൾ കൊടുക്കുകയും അത് ഗ്രാജുവലായിട്ട് നമുക്ക് അത് വിഡ്രോ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ തന്നെ ഷുഗർ കൊള്ളില്ല, ഇത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നമുണ്ട്, ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിൽ അവരെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മളൊരു ബ്ലെയിം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവായിട്ട് ഇഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് നമ്മൾ ഇൻഡയറക്റ്റ്ലി അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് ഗ്രാജുവലി വീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മാർഗം. അതേപോലെ തന്നെ അവർക്കൊരു റോൾ മോഡലിംഗ് നമുക്ക് ചെയ്യാം. പേരൻസിൻ്റെ സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റോൾ മോഡൽ, അതായത് നമ്മൾ ഷുഗർ കൂടുതലടങ്ങിയ ആഹാരം അവരുടെ മുന്നിൽ വെച്ച് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ജനറലി ഹെൽത്തി ഫുഡാണ് വീട്ടിൽ വാങ്ങിക്കുന്നതെങ്കിൽ കുട്ടികളും അതേപോലെ തന്നെ അതിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു റോൾ മോഡലിങ്ങും പിന്നെ ഫുഡിൻ്റെ അവൈലബിലിറ്റി, നമ്മളിപ്പം വളരെ അധികം മധുരമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് എല്ലാവർക്കും കണക്ക് രീതിയിൽ നമ്മുടെ ടേബിളിലും ഷെൽഫിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാനൊരു ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. അപ്പം ആ അവൈലബിലിറ്റി, അങ്ങനെയുള്ള ഫുഡിൻ്റെ അവൈലബിലിറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ മെത്തേഡ്സിനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഹെൽത്തി സ്നാക്സ്, ഫ്രൂട്ട്സ്, അതൊക്കെ നമുക്ക് ഈ ഷുഗറിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗ്രാജുവലി ഇത് വീൻ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാകുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഗ്രാജുവലി നമുക്ക് അവരുടെ ഒരു കോപ്പറേഷനും കൂടി ഇതിൽ നിന്ന് നമുക്ക് അവരെ വിഡ്രോ ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഒരു കഠിനമായ രീതിയിൽ പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്യുക, ശിക്ഷാ രീതികൾ, ഇതൊന്നും തന്നെ ലോങ് ടൈമിലേക്ക് ഇഫക്റ്റീവായിട്ട് വരില്ല. ഇത് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രം, സൈക്കോളജി അനുസരിച്ചിട്ട് അതൊന്നും ഒരിക്കലും ലോങ് ടൈമിലേക്ക് വർക്ക് ചെയ്യാൻ പാടില്ല, പറ്റുന്ന കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഒരു ഗിൽറ്റി ഫീലിംഗ് ഇല്ലാതെ തന്നെ ഗ്രാജുവലി ഷുഗറിൻ്റെ ഉപയോഗം കുട്ടികളിൽ നിന്ന് കുറച്ച് നമുക്ക് അവരെ ഒരു ഹെൽത്തി ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്തി സ്നാക്സിനെ പറ്റി, ഇപ്പോൾ പ്രോട്ടീൻസ് കൂടുതലടങ്ങിയ സ്നാക്സ്, കുറച്ച് ഷുഗർ കുറവുള്ള സ്നാക്സ്, ഇതൊക്കെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ ബോറടിക്കുന്ന TV കാണുന്ന സമയത്ത്
വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ സ്നാക്സ് ആയിട്ട് നമ്മൾ ഈ കൂടുതൽ ഷുഗർ അടങ്ങിയ ആഹാരങ്ങൾ കഴിവതും കൊടുക്കാതിരിക്കുക. നട്ട്സ് അല്ലെങ്കിൽ ഷുഗർ കുറവുള്ള ആഹാരം കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു 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 3-4 മാസം കൊണ്ട് നമ്മൾ ഗ്രാജുവലായിട്ട് ഇവരെ നമുക്ക് ഇതിൽ നിന്ന് വീൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഷുഗറിൽ നിന്നും ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ ഷുഗർ എൻജോയ് ചെയ്യേണ്ട എന്നുള്ളതല്ല. അത് എൻജോയ് ചെയ്യണം. അത് കൺട്രോൾഡ് ആയിട്ട്, ലിമിറ്റഡ് ആയിട്ട്, അവെയർ ആയിട്ട് നമ്മളത് എൻജോയ് ചെയ്യുക. അതാണ് അതിൻ്റെ കീ പോയിന്റ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു.